നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പക്ഷേ ഭർത്താവിന്റെ കൂടെ അവള് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാ ഓർമ്മ നഷ്ടപ്പെട്ടപ്പോ അവള് കാട്ടിക്കൂട്ടിയതല്ല. ഞാനവളെ കുറ്റം പറയുന്നതൊന്നുമല്ല. ഏത് പെണ്ണും ആഗ്രഹിക്കുന്നതേ അവളിൽ നിന്നുണ്ടായിട്ടുള്ളൂ. അയാൾക്കൊപ്പം ജീവിക്കാൻ അമ്മ കൊതിക്കുന്നുണ്ട്. അവൾക്ക് ഓർമ്മ നഷ്ടമായ സമയം എനിക്കതവള് തെളിയിച്ചു തന്നതാ. എനിക്ക് അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടെത്തണം. ഒരു നല്ല ഭാര്യയായി ജീവിക്കാനുള്ള അവളുടെ ഉള്ളിൽ ആഗ്രഹം എനിക്ക് സഫലമാക്കി കൊടുക്കണം. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അവളുടെ ചേച്ചിയാവും? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോ എന്റെ അനിയത്തി ഒരു വിധവയെ പോലെ ജീവിക്കാൻ പാടില്ല. അമ്മ വിളിക്കാം, ഞാനൊന്ന് അങ്ങോട്ട് ചെന്നിട്ട് വരാം. മോളെ മോളെ വേണ്ട, കരയണ്ട. അയ്യോ അമ്മ, എന്തൊക്കെ കൊടിയ തെറ്റുകളാണ് അമ്മ ഞാൻ ചെയ്തത്. അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ടവളാ ഞാൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് എല്ലാവരുടെ മുന്നിലും പറഞ്ഞു നടന്നു. എന്താ എനിക്ക് ശരിക്കും സംഭവിച്ചത്? സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണം കഴിഞ്ഞ് നിന്നെയും കൂടെ ഞാൻ വീട്ടിലേക്ക് വന്നത് മോൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ആ വീഴ്ചയിൽ നിന്റെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടത് വരെയുള്ള ഓർമ്മകൾ മാത്രമേ നിനക്കുണ്ടായിരുന്നുള്ളൂ. നീ സഞ്ജുവിനെ വിട്ടുപോയതും ശ്രീകുട്ടിയുടെ അരികിലേക്ക് എത്തിയതും ഒക്കെ മോള് മറന്നുപോയി. അതറിയാതെ നിന്നെ ഞാൻ എന്റെ ആദ്യ മരുമകളായി വീട്ടിലേക്ക് കയറ്റിയത്. സമയമില്ല മോളെ. മോള് വലതുകാല വെച്ച് കയറി വാ. നീ എന്റെ മരുമോള്. വലതുകാല വെച്ച് കയറി വാ മോളെ. മോള് വാ. സാരമില്ല, ഒന്നും മോൾ അറിഞ്ഞു ചെയ്തതല്ലോ. അതിവിടെ എല്ലാവർക്കും അറിയാം. നിന്നെ ആരും വെറുക്കില്ല. അത്രയ്ക്ക് നന്മകൾ ചെയ്തവളാ നീ. ഞാൻ ആരെയെല്ലാം വേദനിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ഞാൻ വേദനിപ്പിച്ചത് എന്റെ ചേച്ചിയാ. അമ്മ വാ. ചേച്ചി,
ചേച്ചി എന്നോട് പൊറുക്കണേ ചേച്ചി. ഞാൻ കാട്ടിക്കൂട്ടിയതൊന്നും എനിക്കറിയില്ലായിരുന്നു. ചേച്ചി എന്നോട് പൊറുക്കണം. അമ്മയാണല്ലോ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. എനിക്ക് എങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നി ചേച്ചി. എനിക്ക് മരിച്ചാ മതി. ഞാൻ മരിക്കും. അമ്മു, ചേച്ചി എന്റെ മോളെ, നീ അറിഞ്ഞോണ്ടല്ല ഇതൊന്നും നടന്നത്. എല്ലാരും അതൊരു തമാശയായിട്ടേ കാണൂ. സഞ്ജു നിന്റെ ഭർത്താവാണെന്ന് നിനക്ക് തോന്നിയത് നീ മംഗലശ്ശേരി മുറ്റത്ത് വീണതുകൊണ്ടാ. സഞ്ജു അങ്ങനെ കണ്ടിട്ടുള്ളൂ. നീ സഞ്ജുവിന്റെ പിന്നാലെ നടന്നിട്ടും സഞ്ജു നിന്നോട് ദേഷ്യപ്പെടാത്തത് അതുകൊണ്ടല്ലേ? നിനക്ക് നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു. നീ കാണിച്ചതൊക്കെ എല്ലാരും ഒരു കുട്ടിക്കളിയായിട്ട് എടുത്തിട്ടുള്ളൂ. അമ്മോ, അതോർത്ത് നീ വിഷമിക്കല്ലേ. ഞങ്ങൾ ആരും നിന്നെ തെറ്റിദ്ധരിക്കില്ല. ഓർമ്മയില്ലാത്തത് കൊണ്ടാ നീ ഓരോന്ന് കാണിച്ചെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്ക്, അതോർത്ത് നീ ഇനി വിഷമിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.